നമസ്കാരം. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. 12 വർഷങ്ങൾക്ക് മുൻപ് 24ാമത്തെ വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്ന SFI ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റും നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി അംഗവുമായ സഖാവ് അനീഷ് രാജിനെ കൊലപ്പെടുത്തിയ കുറ്റവാളികൾ ഇപ്പോഴും നിയമത്തെ വെല്ലുവിളിച്ചാണ് രാഷ്ട്രീയ പരിരക്ഷയോടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട വേദനയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അനീഷ് രാജിന്റെ കുടുംബത്തിന് സാധിക്കുന്നുള്ളൂ. സംഭവത്തിൽ പാർട്ടി വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയില്ലെന്ന് തോന്നുന്നുണ്ടോ അനീഷ് രാജിന്റെ സംഭവത്തിൽ? പാർട്ടി നടത്തി അന്നൊക്കെ വലിയ ഇതായിട്ട് നല്ല ചൂടും ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അന്ന് നല്ല ഇതായിരുന്നു പാർട്ടി. പക്ഷെ അത് ഇങ്ങോട്ട് വന്ന് ഇപ്പം അന്ന് പ്രതിപക്ഷം ആയിട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പ്രതിപക്ഷം നിൽക്കുന്ന സമയത്താണ് അച്യുതാനന്ദനായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്. അന്ന് ഈ കേസ് അതിൻ്റെ അങ്ങാറ്റം വരുമ്പോഴും ഒരു കേസ് കണ്ടെത്തി ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അന്ന് അത്രയും ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിട്ടും ഇന്ന് വരെയും കേസിന് ഒരു തുരുമ്പും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് 2 വർഷം രണ്ടാമത്തെ ഭരണത്തിൽ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന സമയത്തും ഈ കേസ് അന്വേഷിച്ചില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം പരാതിയൊക്കെ വിട്ടായിരുന്നു. അവരും അന്വേഷിക്കും, ഇതിലങ്ങ് പോകും. ഈ നിലപാടിലാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ഭരണം കിട്ടിയിട്ടും നിൽക്കുന്നത്. അപ്പം നമുക്കതിനകത്തൊരു ഇതിനകത്ത് ഇങ്ങനെ ഈ കാലതാമസം വരുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. 2012 മാർച്ച് 18 ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്നും 6 കിലോമീറ്റർ അകലെ കാമാക്ഷി വിലാസം എസ്റ്റേറ്റിൽ കോൺഗ്രസ് പ്രവർത്തകരും CITU പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ പ്രവർത്തകരോടൊപ്പം പോയ അനീഷ് രാജനെ സംഘർഷത്തിനിടയിൽ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടും അനീഷിന്റെ കൊലപാതകത്തിൽ പ്രതികളായവരെ ജയിലിലടയ്ക്കാൻ പാർട്ടി താൽപര്യപ്പെടുന്നില്ല എന്നതാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് കൊല്ലപ്പെട്ട സഖാവിന്റെ കുടുംബത്തിന് ജീവനാംശമായി 3 ലക്ഷം രൂപ നൽകിയെങ്കിലും മകന്റെ കൊലപാതകികളെ ഇപ്പോഴും ജയിലിലടയ്ക്കാൻ കഴിയാത്തത് പാർട്ടിയുടെ കഴിവുകേടും പ്രാദേശിക രാഷ്ട്രീയ താൽപര്യവുമാണ് എന്ന് പറയുകയാണ് സഖാവ് അനീഷ് രാജന്റെ കുടുംബം. കഴിഞ്ഞ നടന്ന കൊലപാതകങ്ങൾക്കൊക്കെ അതിന്റെ ശിക്ഷയും കഴിഞ്ഞ് വിധിയും കഴിഞ്ഞ് ശിക്ഷയും കഴിഞ്ഞ് ജയിൽവാസവും കൂടെ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടും ഇപ്പോൾ 12ാമത്തെ വർഷമാണ്. അത് ആഭ്യന്തരം വരെയും കയ്യിലിരിക്കുമ്പം നമുക്ക് തന്നെ പുറത്ത് പറയാൻ നാണക്കേടായി. ഇപ്പം നമ്മളൊരു പാർട്ടിക്കാരനെന്ന് പറയാൻ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ ഇതിനകത്തൊക്കെ നിന്ന് അവൻ ഇതിനകത്ത് ജീവൻ കൊടുത്ത് അവനെ ഓർത്തിട്ടാണ് ഇപ്പോഴും പാർട്ടി നിൽക്കുന്നത്. കേസ് മുന്നോട്ട് നടത്താൻ അവർ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുമ്പം ഇപ്പം 2 പ്രാവശ്യം ആദ്യമേ ഒരു പരാതി അയച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷിച്ച് അതിൽ നെടുങ്കണ്ടം വഴി അങ്ങ് സംഭവം നടന്ന സ്ഥലം വഴി അതിലങ്ങ് പോകുമായിരുന്നു ചെയ്ത്. പിന്നെ ഒരു വിവരമില്ല. അങ്ങനെ 2 പ്രാവശ്യം പരാതി അയച്ചപ്പോൾ 2 പ്രാവശ്യം ഇതിലെ വന്ന് പേരിനും മാത്രം ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷൻ വരെയും പോകും. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ ഈ സംഭവം നടന്ന സ്ഥലം വഴി ഇവരങ്ങ് പോവുക. അതല്ലാതെ വേറൊരു കേസിട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച തങ്ങളുടെ മകന്റെ മരണത്തിൽ നീതി നിഷേധിച്ച CPM എന്ന പാർട്ടി തങ്ങൾക്ക് ഇന്ന് വെറുക്കപ്പെട്ട പാർട്ടിയാണെന്ന് പറയാതെ പറയുകയാണ് അനീഷ് രാജന്റെ മാതാപിതാക്കൾ. പാർട്ടി യോഗങ്ങളിൽ കാഴ്ചവസ്തുവായി കൊണ്ടേയിരുത്തിയ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനും ഇനി ഞങ്ങളില്ലെന്നും ഏറെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത CPM എന്ന പാർട്ടി ഇന്ന് ഞങ്ങൾക്ക് വെറുക്കപ്പെട്ട പാർട്ടിയാണെന്നും സംസ്ഥാന ഭരണമുണ്ടായിട്ടും അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായിട്ടും മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സഖാവ് അനീഷിന്റെ മാതാപിതാക്കൾ ചോദിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പറയാനുള്ളൂ എനിക്ക് കുട്ടികളോട്. എൻ്റെ മോന് വന്നൊരവസ്ഥ ഇനി വേറൊരു അമ്മയ്ക്കും വരരുത്, അതേ ഉള്ളൂ. നേതാക്കന്മാരും എല്ലാം ഇപ്പം മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയൊക്കെ നെടുങ്കണ്ടത്തൊക്കെ പങ്കെടുക്കാൻ വരുന്ന ഒരു കേസ് കേട്ടില്ല. അതിനകത്ത് രക്തസാക്ഷി ഈ പരിപാടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ട് ഞങ്ങളെ ഇരുത്താറൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പാർട്ടി നേതാക്കന്മാരുടെ ഒരു ശരിയായ നടപടിയല്ലെന്ന് ഞങ്ങൾക്കും അറിയാം.
കാരണം ഇതൊക്കെ അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. അല്ലാതെ ഇത് മുഖം കാണിക്കാനായിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് അല്ലെ അതുപോലെ നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ കേസ് പോലും ഇതുവരെ 12 വർഷമായിട്ട് കേസ് പോലും നടത്താതെ നമ്മളെ രക്തസാക്ഷി മാതാപിതാക്കന്മാരാണെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് അവിടെ ആദരിച്ചിട്ട് നമുക്ക് തന്നെ അതിനകത്ത് കാര്യമിരിക്കുന്നു. നമുക്ക് നീതി പോലും മേടിച്ചു തരാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മളെ കൊണ്ട് രക്തസാക്ഷികൾ മകൻ്റെ അപ്പനും അമ്മയെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിച്ചിട്ട് തന്നെ കാര്യമിരിക്കുന്നു. അതിൻ്റെ നേട്ടം അവർക്കല്ലേ ഉള്ളൂ, നമുക്ക് തന്നെ അതിൻ്റെ നേട്ടമായിരിക്കും. നമുക്കിവിടെ നീതി പോലും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കറിയാവോ? ഇനിയിപ്പം കേസ് നടത്താൻ പോലും പാർട്ടി അതിൻ്റെ അകത്ത് വക്കീലിനെ കാണാനോ അല്ലെങ്കിൽ അതിനകത്ത് കേസ് നടത്താനോ ഉള്ള ഫണ്ട് പോലും ഇനിയിപ്പം പാർട്ടി അതിനകത്ത് മുടക്കി ആ കേസ് ഫയൽ പൊക്കാനോ അത് കോടതി ചെന്ന് അന്വേഷിക്കാനോ പിടിക്കാനോ ഇപ്പം ആരുമില്ലാത്തൊരവസ്ഥ കിടക്കായിരിക്കും. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിനകത്തിപ്പം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ പ്രതികളാക്കിക്കൊണ്ടായിരുന്നു അന്ന് കേസെടുത്ത് പോയത്. അത് അതിനകത്ത് നിരപരാധികളാണെന്നുള്ള തെളിയിക്കാൻ ഇന്നുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ അകത്ത് കിടന്നിട്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങിയൊക്കെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ കുടുങ്ങുമെന്നുള്ളൊരു പേടി കാണുമായിരിക്കും. ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, കേസ് വെക്കൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മളൊരു പാർട്ടിക്കാരനാണെന്ന് പറയുന്ന പോലെ എനിക്ക് നാണക്കേടാ. ഇല്ല, കിട്ടിയിട്ടില്ല. അവൻ രണ്ടാമത് എൻ്റെ ഒരു ചെറുക്കനെ കൊന്നവൻ വീണ്ടും അവൻ്റെ അപ്പൻ്റെ അനിയനെ കൊന്നച്ച് അകത്തെ കണ്ട് കഴിഞ്ഞിടയും കണ്ട് അവൻ്റെ സ്വന്തം അപ്പൻ്റെ അനിയനെ വരെയും കൊന്നു. അത്ര ഒരു ക്രിമിനലാണ്. എന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭരണവും കൂടെ ആഭ്യന്തരവും കയ്യിലിരിക്കും. നാണക്കേടല്ലേ ഇതൊക്കെ പുറത്ത് പറയാനായിട്ട്. മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ള ഈ കേസ് വെക്കണം. കേസ് കേസ് എടുത്തിട്ട് കേസ് മുന്നോട്ട് പോകണം. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണ്ടേ. നമുക്കിപ്പോൾ ഇവർ പറയുന്നത് മാത്രമല്ല നമുക്കിപ്പോൾ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. അതുപോലെ തന്നെ ഇതിൻ്റെ നീതി കിട്ടണ്ടേ. ഒരു മാതാപിതാക്കന്മാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു നീതി നമുക്ക് കിട്ടണമെന്നല്ല. നമ്മുടെ ചെറുക്കൻ മരിച്ചിട്ട് ഒരു നീതി കിട്ടണമെന്നല്ലേ നമുക്ക്. അല്ലെ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ടുള്ള കാര്യം. മണിസഖാവ് ഇവിടെ വരികയും അതുപോലെ ജില്ലാ സെക്രട്ടറിയൊക്കെ ഞങ്ങളോട് വലിയ താല്പര്യവും ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം ന്യായമായി ചെയ്യുന്നുണ്ട്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അവർ പാർട്ടി കുടുംബമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും അവർ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണല്ലോ ഇതൊക്കെ ഉള്ളത്. ഇവിടെ ഒന്നും ആരും വരുന്നില്ല, ഞങ്ങളെവിടെ അന്വേഷിക്കുന്നുമില്ല, ഒന്നുമില്ല, ഞാൻ കൂട്ടം അറിയത്തുമില്ല. പിന്നെ അവിടെ ഒരു ചീപ്പർ പണി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നാമത്തിലാണ് ഇവർ ഇത്രയും മസിൽ പിടിക്കുന്നത്. അല്ലാതെ ഇപ്പം എന്നാ നമുക്ക് വേറെ നീതി തേടി വേറെ വഴിക്ക് പോകാൻ അറിയാൻ മേലാന്നിട്ടുമല്ലോ. നമുക്ക് ഇതെല്ലാം അറിയാം. നമുക്കൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും പറയാനൊക്കെ അതിനുള്ള ബോധവും ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. പക്ഷേ തൊണ്ടേ പൊഴുത്താൻ ഞുണഞ്ഞെറുക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക്. പാർട്ടിയെ തള്ളി പറഞ്ഞൊരു പക്ഷേ നമ്മളിങ്ങനെ സ്വന്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് ഭീഷണി വല്ലതും ഉണ്ടാകുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് ഉണ്ടാകാൻ തോന്നുന്നുണ്ടോ? അത് ചിലപ്പോൾ ഉണ്ടാകുന്നിരിക്കുമായിരിക്കും, നമുക്ക് പറയാതിരിക്കും പറ്റത്തില്ലല്ലോ. സ്വന്തം മകൻ്റെ മരണം അന്വേഷിക്കണം, കൊലപാതകം അന്വേഷിക്കണം, പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടതാണ്, അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടാൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തന്നെ എതിർപ്പുണ്ടാകും നിലവിലെ സാഹചര്യത്തിൽ. പാർട്ടി അനുഭാവികളായ ഇപ്പം പാർട്ടിക്കകത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അങ്ങനെ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല. എങ്ങനെയും അന്വേഷിച്ച് കേസ് തെളിയിക്കണമെന്നുള്ളതാണ് അവരുടെയൊക്കെ താല്പര്യം. പക്ഷേ ഇതിനകത്ത് കളിക്കുന്ന നേതാക്കന്മാരാരാന്ന് നമുക്കറിയത്തില്ല. ഭയമൊന്നല്ല, നമുക്ക് മരിക്കാനൊന്നും നമുക്ക് പേടിയില്ല. നമ്മുടെ ചെറുക്കൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് നമുക്കങ്ങനെ ഭയമൊന്നുമില്ല. അങ്ങനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല, അല്ലെ നമ്മളെ കൂടെ കൊന്നുകളെ അതിൽ കൊള്ളൊന്നുമില്ല. ഈ കേസ് മുന്നോട്ട് പോകല്ലെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പോകത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ശക്തമായ പ്രതിപക്ഷം ഇരിക്കുന്ന സമയത്ത് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ കേസ് എൻ്റെ അകറ്റം വരെ പോകുമെന്ന് പറഞ്ഞത് അച്ഛനും സഹാവൊക്കെ ആയിരുന്നു, ഒരു ചുക്കും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഭരണം കിട്ടിയപ്പോൾ എന്നെ നീതി നടക്കുമെന്ന് ഓർത്ത് 5 വർഷം ഭരിച്ചിട്ടും ആഭ്യന്തരം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിട്ടും അതിനെപ്പറ്റി യാതൊരു ഇതില്ല. അത് കഴിഞ്ഞ് രണ്ടാമതും ഭരണം കിട്ടി. ഇപ്പോൾ എത്ര വർഷമായി രണ്ടാമത് ഭരണം കിട്ടിയിട്ട്? ഈ കേസ് ഞങ്ങൾ രണ്ട് പ്രാവശ്യമാണ് പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചത്.
ഉണ്ട് എല്ലാവരും പറഞ്ഞു. പിന്നെ SFIയുടെ പിള്ളേരോട് പരാതിപ്പെട്ടിട്ടുണ്ട്, DYFI പിള്ളേരോട് പരാതിപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് ഈ കേസ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും SFI പിള്ളേർ ഇവിടെ സമ്മേളനത്തിന് വിളിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളിതിനകത്ത് ഇടപെടണം, നിങ്ങളിതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം, നിങ്ങളുടെ ഒരു സഖാവാണ് മരിച്ചു പോയിരിക്കുന്നത്, നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരനാണ് മരിച്ചു പോയിരിക്കുന്നത്, നിങ്ങളതിനകത്ത് ഇടപെടണം, എന്തുകൊണ്ട് കേസ് അന്വേഷിക്കുന്നില്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നെല്ലാം പറഞ്ഞു വിട്ട പിള്ളേരെ, നേതൃത്വ സ്ഥാനത്തുള്ള പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ എത്ര വർഷങ്ങൾ ഓരോ വർഷവും പറയും, ഈ കഴിഞ്ഞ വർഷവും പറഞ്ഞ് അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നിട്ടൊന്നും ഒരു ചലനമില്ല. തുടരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും നിരവധി പാർട്ടി നേതാക്കളെയും ഇതിനോടകം കണ്ടു. തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും അനീഷിന്റെ കുടുംബം പറയുന്നു. പാർട്ടിയുമായി മാനസികമായി അകന്നുവെന്നും തൊണ്ടയിൽ പുഴുത്തത് നുണഞ്ഞിറക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നും ഏറെ വേദനയോടെ അനീഷിന്റെ കുടുംബം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.